ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല, ചെറിയ ക്ലിപ്പുകൾ മാത്രം ഉൾപ്പെടുത്തി ചെറുത്. ആദ്യമേ അങ്ങ് വലിയ വീഡിയോ ഒക്കെ എടുത്ത് ഒന്നാതെ കാണാൻ കുറച്ച് പേരേ ഉള്ളത്, വെറുപ്പിക്കുന്നത് എന്താണെന്ന് കരുതി ചെറിയ വീഡിയോകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 8:30 മണിയായിട്ടുണ്ട്. 8:30 ആയിട്ടുണ്ടെങ്കിലും പക്ഷെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പുമുണ്ട്, എന്നാൽ നല്ല വെയിലും ഉണ്ട്. അകത്ത് ചിഹ്നം നല്ല തണുപ്പ് പിടിച്ച് നല്ല സുഖമായിട്ടായിരുന്നു ഉറങ്ങുക. ഇന്നിപ്പോൾ ദേവും പൊന്നും ചിലപ്പോൾ ഇങ്ങോട്ട് വരും. ഇന്ന് വിദ്യാഭ്യാസ ബന്ധമായതുകൊണ്ട് അവർക്ക് പോകണ്ട. ഒന്നുകിൽ ഞാൻ വീട്ടിലോട്ട് പോകും, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരും. അങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ നേരത്തെ ചിഹ്നനെ ഉണർത്താൻ വേണ്ടിയിട്ട് പോവാം. അവിടെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. അവൾ ഉണർന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പരിപാടികളൊക്കെ ഒന്ന് ചെയ്തു തീർക്കണം. പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആവണം. അതൊന്നും നമുക്ക് ഇതായതുകൊണ്ട് ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഇത് എന്തൊക്കെ എടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണം നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. എന്നാൽ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് വൃത്തിയാവാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ചിഹ്നൻ ഉണർന്നു. ഇപ്പോൾ ചിഹ്നനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളമെല്ലാം എടുത്ത് ബക്കറ്റിലൊക്കെ വെച്ച് സെറ്റാക്കണം. ഞാനുണ്ട് വെള്ളം ചൂടായിക്കൊണ്ടേയിരിക്കുന്നു അവിടെ. അത് കഴിഞ്ഞ് ചിഹ്നനെ കുളിപ്പിച്ചു. അതൊന്നും എടുക്കാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തേക്കിന് പിള്ളേരിപ്പോൾ എത്തും. വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ച് പറഞ്ഞു അവർ വീട്ടിലെത്തിയിട്ടുണ്ട്. ദേണ്ട എത്തിയിട്ടുണ്ട് താരങ്ങൾ. ഇനിയിപ്പോൾ അവരുടെ കയ്യിലായിരിക്കും ഫോൺ. ബാക്കിയൊക്കെ ഇനി അവർ നോക്കിക്കോളും. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ. അടുക്കളയിൽ വേറെ പണിയൊക്കെ ഉണ്ട്. ഇനി അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഹലോ ഗായ്സ്, ഞാൻ വന്നു. ഗായ്സ്, ഇന്ന് സ്കൂളിൽ അവധി ആയിക്കൊണ്ട് ഞാനും പൊന്നും കൂടെ നേരെ ഷിഫ്റ്റ് ഇങ്ങോട്ട് വന്നു. ഞാൻ ആദ്യം മേളിൽ വന്നു. പിന്നെ അവിടെ ഇപ്പോൾ ചിറ്റ ഇങ്ങോട്ട് താഴെയുണ്ടെന്ന് പറഞ്ഞാൽ ചിറ്റ കൂടി വന്നു. പിന്നെ ദേ ചിന്നന് വേടൻ്റെ പാട്ടെന്ന് വെച്ചാൽ ചിന്നൻ ഭയങ്കര ഇഷ്ടമാണ് വേടനെ. ഇപ്പം ഞാൻ 2 വേടൻ്റെ പാട്ടൊക്കെ പാടിക്കൊടുക്കുമായിരുന്നു. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം ഗൈസ്. ഗൈസ്, അങ്ങനെ ചിന്നന് ഞാൻ പാട്ടൊക്കെ പാടിക്കൊടുത്ത് ചിന്നനും ഫുൾ ഹാപ്പി, ഞാനും ഫുൾ ഹാപ്പി. ഞാൻ പിന്നെ ചിറ്റ എടുത്തു വന്നു. ഇവിടെയും ശോകമാണ്. പിന്നെ ചിറ്റ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകുന്നു. ചിറ്റയോടെ ഓരോ ജോലിയൊക്കെ ചെയ്യണം. ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര കൊച്ചുങ്ങളെയും കളിപ്പിച്ച് അവിടെയും പോയി ഇവിടെയും പോയി. ഞാൻ ഇവിടെ നിന്ന് നേരെ വെളിയിൽ പോവും, പിന്നെ വീണ്ടും അകത്ത് വരും, പിന്നെ നേരെ അടുക്കളയിൽ പോവും, അടുക്കളയിൽ നിന്ന് നേരെ മേളിൽ പോവും. അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഒരു വരുവായി. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. ഇഷ്ടം പോലെ വീഡിയോസൊക്കെ എടുത്തു വെക്കണം. കാരണം ലീവ് കിട്ടുന്ന ഒരു ടൈമിൽ വേണമല്ലോ എല്ലാ വീഡിയോസ് എടുത്തൊക്കെ. പിന്നെ എല്ലാ പ്രാവശ്യവും അങ്ങ് വിദ്യാഭ്യാസ ബന്ധമാണ്. സ്കൂൾ തുറക്കാൻ കാത്തിരിക്കുമായിരുന്നു അവർ. പിന്നെ ഇന്നും അങ്ങ് വിദ്യാഭ്യാസം ബന്ധമാണ്. ചിറ്റതേ ഇതുവരെ പാത്രം കഴുകി തീർന്നില്ല. അതിൻ്റെ വെയിറ്റിങ്ങിലാണ് ഞാൻ. ഇവർക്ക് 2 പേർക്കും ആണ് എൻജോയ്മെൻറ്റ്. തോക്കിൽ വെടിവെക്കുന്നു, കാറ്റ് പറപ്പിക്കുന്നു, അത് പറപ്പിക്കുന്നു. അവർ ഫുൾ എൻജോയ്. എന്നെ കളിക്കാൻ കൂട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ മൂലയ്ക്ക് പോയി ഇരിക്കും. പിന്നെ ഇവിടെ ഒരു സെറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് പാട്ടൊക്കെ ഇട്ട് ഇരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് റൂമൊക്കെ ഒന്ന് ഒതുക്കി പറക്കാമല്ലോ എന്ന് വെച്ച്. ചിന്നനൊക്കെ അവിടെ നിന്ന് കളിക്കുന്നതേ ഉള്ളൂ. ഇനി ഞാൻ റൂമൊക്കെ ഒന്ന് ഒതുക്കി പറക്കട്ടെ ഗൈസ്. ഞാൻ റൂം ഒതുക്കി പറക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചിറ്റയ്ക്ക് അതിശയമായി. ചിറ്റ നീ ഇതൊക്കെ ചെയ്യുമോന്ന്, വീഡിയോയ്ക്ക് വേണ്ടിയില്ലേ ചെയ്യുന്നതെന്ന്. ചിറ്റ ക്യാമറയുടെ മുന്നിലൊന്ന് വന്നു. ഞാൻ പിന്നെ ചിന്നൻ്റെ അടുത്ത് കുറച്ച് നേരം അവിടെ നിന്നിട്ട് മടിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എങ്ങനെയൊക്കെയോ റൂമൊക്കെ ഒതുക്കി പറക്കണമല്ലോ, സമയം കളയണമല്ലോ, അതിനാണ്, വേറൊന്നിനല്ല. ഞാൻ പിന്നെ റൂമൊക്കെ ഒതുക്കി പറയട്ടെ ഗൈസ്. ഞാൻ റൂമൊക്കെ ഒതുക്കി പറക്കാൻ വേണ്ടി വന്ന്. ഇവിടെ വലിയ അലങ്കോലമൊന്നുമില്ല. ചിന്നൻ്റെ കുറച്ച് കളിപ്പാട്ടവും പിന്നെ അവിടെ ഷീറ്റൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെച്ചാൽ മതി, വേറൊന്നുമില്ല. അതുകൊണ്ടാണ് ചിന്നനൊക്കെ അതിൻ്റെ ഇടയിൽ വന്നിരുന്ന് ഓരോന്നൊക്കെ പറയാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇനി ചിന്നൻ്റെ കയ്യിൽ കപ്പ് കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ കൊണ്ടുവെക്കാൻ വേണ്ടി.
ഗായ്സ് ചിന്നനെ ഞാൻ അവിടെ വെടിവെച്ച് കിടത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ചുമ്മാ അടുക്കളയിലോട്ട് വരെ പോവാം. എൻ്റെ എപ്പോഴും ഒരു തോക്കുണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. എപ്പോഴാണ് എവിടുന്ന ആരൊക്കെയാ ആക്രമിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം 2 കുരുട്ടുകളുണ്ടല്ലോ, അതുകൊണ്ട്. അതിനിടെ ചിറ്റ ഇതുവരെ ജോലി കഴിയാത്തതിൻ്റെ ഒരു ദേഷ്യം എനിക്കുണ്ട്. ചിറ്റ ഇങ്ങനെ താങ്ങിയും തൂങ്ങിയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിന്ന് മോർണിംഗ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇത് ചിറ്റ തറ അടയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാതിരിക്കുന്നത്. എപ്പോഴും അങ്ങനെയാണ്. ഞാൻ എപ്പോൾ വോയിസ് ഓവർ എടുത്താലും ഒരു മെസ്സേജ് എങ്കിലും വന്നിരിക്കും. ഇനി തൊട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കാം. ചിറ്റ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് തുടക്കുന്നത്. തുടക്കം ഫുൾ ആക്ഷനാണ്. ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ വേണ്ടി മാത്രമല്ല. എന്നിട്ട് പറയാം പദം കൂടിപ്പോയെന്ന്. കറങ്ങുന്ന മെഷീനൊക്കെ വെച്ച് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി അങ്ങ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ അങ്ങ് എടുത്ത്. അതുകൊണ്ട് ചിന്നൻ അമ്മ കൊള്ളാവോ അമ്മ എന്ന് വന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഞാനങ്ങ് വീണ്ടും വെളിയിൽ പോയി. പിന്നെ അത് തന്നെ റൊട്ടേറ്റ്. പിന്നെ ഈ അടുക്കളയിൽ വന്നു. അയ്യോ അല്ലേലും എന്റെ തലയ്ക്കകത്തൊന്നുമില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് പോലും അറിഞ്ഞൂടാ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. പിന്നെ കൂടുതൽ ലോങ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. സ്പീഡി പറഞ്ഞു എന്നിട്ട് ഞാൻ ഓടി ചിറ്റ എടുത്തു പോയി. ചിറ്റ എന്തോ അവിടെ ചെയ്യുമായിരുന്നു. എന്തോ തൈരിന് പുളിയുണ്ടോ ഉപ്പുണ്ടോ എന്നങ്ങാണ്ട് നോക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ വീണ്ടും പോവാണ് ഗൈസ് ഹാളിലോട്ട്. പിന്നെ ഞാൻ മൈക്ക് ഓണാക്കാൻ പോയി. പിന്നെ ഒന്നുകൂടെ ഗാനമേള നടത്താമെന്ന് വെച്ചിട്ട് കുറച്ച് നേരം അവിടെ മൈക്കൊക്കെ ഓൺ ചെയ്ത് പാട്ട് പാടാന്ന് വെച്ചു. ഗൈസ് എൻ്റെ ഗാനമേള കഴിഞ്ഞുകൊണ്ട് ഇനി ചിറ്റയുടെ ഗാനമേളയാണ് ഗൈസ്. ഞാൻ മറ്റേ പറഞ്ഞില്ലായിരുന്നു ഒരു വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. അതിനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്യാൻ വയ്യ, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അത് ഞാൻ അവിടെ ക്യാമറ കൊണ്ട് വെച്ചിട്ട് അന്ന് ചിറ്റയെ ഇടിക്കാൻ പറഞ്ഞു. ചിറ്റ വായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്, ഇടിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു ചിറ്റ ഇതൊക്കെ ഒരു ഒറ്റ മൈൻഡാണ് എന്നൊക്കെ പറഞ്ഞു. ചിറ്റ അവിടെ എന്തൊക്കെയോ കോപ്പറായി കാണിക്കുന്നത്. ചിറ്റ ഇതൊക്കെ ക്യാമറയിൽ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാൽ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ചിറ്റ എടുത്തോണ്ട് ചിറ്റ കോപ്പറായി കാണിച്ചോട്ടേക്ക് 2 ഡ്രസ്സ് എടുത്തരാം. ഞാൻ മുണ്ടൊക്കെ മടക്കി കൂടി എടുത്തപ്പോഴാണ് ആലോചിച്ചത് അപ്പുറത്ത് ക്യാമറ കൊണ്ടുവന്ന്. പിന്നെ അതൊക്കെ താത്തിട്ട് പിന്നെ ചിന്ന അവിടെ നിന്ന് കുറേ ലിപ്സ്റ്റിക്കൊക്കെ വാരി തേക്കും കണ്ടായിരുന്നു തോന്നുന്നു. എന്തൊക്കെയോ പരിപാടിയായിരുന്നു അവിടെ. പിന്നെ ചിറ്റ ആദ്യം ഒരു ഉടുപ്പ് എടുത്തു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ ചിറ്റ എടുത്താണ് ചിറ്റ നമുക്ക് സാരി തന്നെ ഉടുക്കാം. ചിറ്റ പറഞ്ഞ എന്നാ പിന്നെ നമുക്ക് സാരി ഉടുക്കാം. ആദ്യം ഒരു ചുരിദാർ എടുത്ത് തന്നു. ഞാനത് കണ്ടപ്പോൾ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിറ്റ പറഞ്ഞു ഇത് റെഡി ഇത് നല്ല രസമാണ്. ഞാൻ പറഞ്ഞു ചിറ്റ എനിക്കൊന്നും വയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ റീൽസ് എടുക്കാൻ പോയി ഗൈസ്. വീഡിയോ എടുപ്പെല്ലാം കഴിഞ്ഞ് 5 മണി ആവാറായി. എപ്പോഴാണ് ഞങ്ങൾ മേളി വീട്ടിലോട്ട് പോകുന്നത്. മേളി വീടും ചിറ്റയുടെ വീട് തന്നെ, ചിറ്റയുടെയും ഞങ്ങളുടെയും കൂടെ വീടാണ്. പിന്നെ ഞങ്ങൾ വത്സലാമ്മയുടെ വായിരിക്കുന്നതെല്ലാം കേൾക്കാൻ വേണ്ടിയാണ് പോകുന്നത്. കാരണം ഞാൻ രാവിലെ എത്ര മണിക്കായിട്ടേ 9 മണി 9:30 ആയപ്പോഴാണ് ഇവരുടെ വീട്ടിൽ വന്നത്. പിന്നെ ഞാൻ 5 മണി വരെ അവിടെ. അപ്പോൾ ചിറ്റ പറഞ്ഞ് പോണ്ട ഇനിയിപ്പോൾ പോണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വശീകരിച്ച് അവിടെ അങ്ങ് നിർത്തി. പിന്നെ ഇപ്പോൾ വത്സലാമ്മയുടെയെന്നല്ല, വത്സലാമ്മ ജോലി ചെയ്തില്ല അത് ചെയ്തില്ല ഇതില്ലൊക്കെ പറയുമ്പോൾ വത്സലാമ്മയുടെ ഒരു സുഖം. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ വത്സലാമ്മയുടെ വിളക്കിലൊരുക്കൊണ്ടിരിക്കുമായിരുന്നു. വത്സലാമ്മ വിളിച്ചിട്ട് കേട്ടില്ല. അപ്പുറത്തങ്ങോട്ട് തൂത്തുകൊണ്ടങ്ങാണ്ട് നിൽക്കുകയാണ്. എന്തായാലും നല്ലത്.
ഗൈസ് ഞാൻ പിന്നെ നോക്കിയപ്പം വീഡിയോസ് എല്ലാം ഷൂട്ടായിട്ടുണ്ട്, പക്ഷേ ഗാലറിക്കകത്ത് വന്നില്ല. സ്റ്റോറേജ് ഒട്ടും ഇല്ലായിരുന്നു ഫോണിനകത്ത്. ചിറ്റ് ബാക്കിൽ കൂടെ വന്ന് നമ്മൾ ഒരു ഇതിലായിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. എനിക്ക് നല്ല സങ്കടമുണ്ട് ഫുള്ള് കാണിക്കാൻ പറ്റാത്തതിന്. അപ്പോൾ ഗൈസ് ഇന്നത്തോടെ ഇവിടെ വീഡിയോ നിർത്തുകയാണ് ഗൈസ്. ടാറ്റ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്തോ. ടാറ്റ ഗൈസ്.